അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും നമ്മൾ ഇത്രയും കാലം പഠിച്ച കാര്യങ്ങളല്ലേ. ചിലപ്പോൾ കുറച്ച് പേര് ഓണം എക്സാമിന് പഠിച്ചിട്ടുണ്ടാവില്ല, കുറച്ച് പേര് ക്രിസ്മസ് എക്സാമിനായിരിക്കും പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പോർഷൻസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ഹാഫ് ഇയർലിയുടേത് കവർ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോഴാണെങ്കിൽ ഓണപ്പരീക്ഷയുടെ വരെ ആയിരിക്കും കവർ ചെയ്തിട്ടുണ്ടായത്. എന്തായാലും ഇത്രയും കഴിഞ്ഞു. ഇനി പബ്ലിക് എക്സാം ആകുമ്പോഴേക്ക് കറക്റ്റായിട്ടൊന്ന് പഠിക്കണം. ഫസ്റ്റ് മുതലുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കണം. അതുമാത്രമല്ല അവിടെ നിന്ന് എന്തൊക്കെയാണ് ചോദിക്കുക എന്നൊക്കെ അറിയണം, കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അത് എൻ്റെ മക്കൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള നമ്മുടെ എക്സാമിനർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ മിസ് അതിപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 28 ഡിസംബർ, ഓക്കെ, ഈ വർഷം അവസാനിക്കാറാവുമ്പോൾ 28 ഡിസംബറിന് മുന്നിൽ ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് മാത്രമേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ റിവിഷൻ ബാച്ചിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ബുക്ക് കിട്ടുന്നുണ്ടല്ലേ, ആ ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അതിനുശേഷം ജോയിൻ ചെയ്യുന്ന മക്കളാണെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ക്വസ്റ്റ്യൻ ബാങ്ക് പിന്നെ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഫ്രീ ആയിട്ട് വാങ്ങിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ബാച്ച് തുടങ്ങുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിൻ്റെ കൂടെ പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. കാരണം ഒരു നല്ല കാര്യം ചെയ്യുമ്പം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നാളെ എന്ന് മാറ്റി വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് കൂടി ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരവസരമാണ്. 28 ഡിസംബറിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ താല്പര്യമുള്ള മക്കൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കംപ്ലീറ്റ് ഫസ്റ്റ് ടു ലാസ്റ്റുള്ള ചാപ്റ്റേഴ്സാണ്. അതിൻ്റെ PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ആൻഡ് ആ PYQs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാർച്ച് പബ്ലിക് എക്സാമിൻ്റെ മാത്രമല്ല, മോഡൽ എക്സാമിൻ്റെ ഉണ്ടാകും, അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമിൻ്റെ, കഴിഞ്ഞ എല്ലാ ടേം 2, അതുപോലെ തന്നെ ടേം 1 ഓണപ്പരീക്ഷയുടേത്, അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും അതിൻ്റെ നോട്ട്സും അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സിൻ്റെ നോട്ട്സും ഇതെല്ലാമാണ് എൻ്റെ മക്കൾക്ക് ഈ ഒരു ബാച്ചിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ള മക്കൾ ഇനി ലേറ്റ് ആക്കാതെ എന്ത് ചെയ്യുക, താഴേക്കാന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഓൾറെഡി നമ്മുടെ ബാച്ചിലുള്ള മക്കൾക്ക് വീണ്ടും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ, നിങ്ങൾ ജോയിൻ ചെയ്തവരാണെങ്കിൽ ആ ഒരു എനർജി, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഡിസിഷനാണ് എടുത്തത്. അതുമാത്രമല്ല, നിങ്ങൾ നേരത്തെ ജോയിൻ ചെയ്യാതാലേ നമ്മൾ ബാച്ച് തുടങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ആ ബുക്ക് നിങ്ങളുടെ വീട്ടിലെത്തണ്ടേ, പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ബുക്ക് വീട്ടിലെത്തണ്ടേ. അപ്പോൾ അതിനെന്തായാലും കുറച്ച് സമയമെടുക്കും. അപ്പോൾ നിങ്ങൾ ലേറ്റായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബുക്കിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ പോലും പറ്റില്ല. ഓക്കെ, ഫീസിൽ മാറ്റവും വരുന്നില്ല. അപ്പോൾ ഏറ്റവും നേരത്തെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് മുതൽ ക്ലാസ്സുകൾ കണ്ടുപഠിക്കാം, ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, ബുക്കിലുള്ള കാര്യങ്ങളും ക്ലാസ്സുകളും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജോയിൻ ചെയ്ത മക്കളാണെങ്കിൽ മിസ്സിനെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം, മിസ് ഞങ്ങളുണ്ട്, നമ്മളിനി ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണെന്ന്. താല്പര്യമുള്ള മക്കൾക്ക് താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും, നമ്മുടെ പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കും. ഓക്കെ.